അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കറിയാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ തനി നാടൻ രീതിയിലുള്ള ചക്കക്കുരു കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 15 ചക്കക്കുരുവാണ് എടുത്തേക്കണത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണേ. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ മതിയാകും. ചക്കക്കുരുവിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം. ഇപ്പോൾ കുക്കർ അടച്ച് വെച്ച് കൊടുത്തു. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചക്കക്കുരുവിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ മുരിങ്ങയ്ക്കയാണ്. അത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണേ. പിന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ മാങ്ങയുടെ അരഭാഗത്തോളം മാങ്ങയാണ്. മാങ്ങയുടെ പുളി അനുസരിച്ച് ഇതിൻ്റെ അളവിലും വ്യത്യാസം വരുത്തണം കേട്ടോ. ഇപ്പോൾ എൻ്റെ നല്ല പുളിയുള്ള മാങ്ങയായ കാരണമാണ് ഞാനിപ്പോൾ ആദ്യം എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ ചേർക്കാത്തത് ഇതിന് വേവ് കുറവാണല്ലോ. ചക്കക്കുരുവിൻ്റെ കൂടെ ചേർത്ത് വേവിച്ചാൽ ഇത് വല്ലാണ്ട് അങ്ങ് വെന്ത് പോകും. അത് കാരണമാണ് ആദ്യം ചക്കക്കുരു മാത്രമായിട്ട് വേവിക്കാൻ വെച്ചത്. ഇപ്പം എന്താ നമ്മുടെ കുക്കറിൽ നിന്ന് 3 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമാങ്ങയും അതേപോലെ തന്നെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരേ ഒരു വിസിൽ. ഇതിന് വേവ് കുറവായ കാരണം ഒരു വിസിൽ മാത്രം മതി. വിസിൽ വന്നിട്ട് അപ്പോൾ തന്നെ നമുക്കിത് തുറക്കണം. പ്രഷർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഇപ്പോൾ ഒരു വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ കുറച്ച് മതിയാവും. തേങ്ങയൊന്നും ഒത്തിരി അരയ്ക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് മതിയാകും, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ ചക്കക്കുരു മാങ്ങയ്ക്കകത്ത് ജീരകം അരയ്ക്കും. അപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കണില്ല. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരയണം. ഇത് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാവേ. ഇതാ നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ മാങ്ങയും മുരിങ്ങയ്ക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണേ. എന്നിട്ട് നമ്മുടെ ചക്കക്കുരു ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ചക്കക്കുരു മുഴുവനെ വേണമെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറി അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നിങ്ങളുടെ കറി കൂടുതൽ തിക്കായിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഒത്തിരി തിക്കായിട്ടൊന്നുമില്ല. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ അതനുസരിച്ച് വേണം തീ ഓഫ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടണം. അത് ചെയ്യാവേ. അപ്പോൾ അത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ കറിയായ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്തു. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. നാടൻ രുചി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ
ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.